ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബ്രിഞ്ചോളും പൊട്ടറ്റോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെജ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ലഞ്ച് സീസണിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടെയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. പാനിൽ കുക്കിങ്ങിന് ആവശ്യമായ വെളിച്ചെണ്ണ ചൂടാക്കാം. സ്വല്പം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ മൂപ്പിച്ചെടുക്കാം. 2 ഉണക്കമുളക് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ സവോള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവോളയൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. സ്വല്പം ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ റോ സ്മെൽ മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പേസ്റ്റിന് പകരം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണേ. ഇനി നമ്മൾ പൗഡേഴ്സ് ആഡ് ചെയ്യാൻ പോവാണ്. 2 ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനാവശ്യമായ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. പാകത്തിന് റോസ്റ്റായി കഴിയുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുവേ. കശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് നല്ലൊരു കളറും ഉണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബ്രിഞ്ചോളും പൊട്ടറ്റോയും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവും, അതെല്ലാവർക്കും അറിയാമല്ലോ. പൊട്ടറ്റോയ്ക്ക് കൂടുതൽ കുക്കിംഗ് ടൈം ഉള്ളതുകൊണ്ട് ആദ്യം നമ്മൾ പൊട്ടറ്റോ ആണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ പൊട്ടറ്റോ ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നു. മസാല ആയിട്ട് നന്നായിട്ട് കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ കുക്കിങ്ങിന് ആവശ്യമായ ഒരു സ്വല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പാൻ കവർ ചെയ്ത് വെച്ച് പൊട്ടറ്റോ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. പൊട്ടറ്റോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി പൊട്ടറ്റോ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഇനി ബ്രിഞ്ചോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. പൊട്ടറ്റോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വഴുതനങ്ങയിൽ അയൺ കണ്ടന്റ് കുറവാണ്. എന്നാലും ചോപ്പ് ചെയ്ത് രണ്ടും വെള്ളത്തിലിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത്. പൊട്ടറ്റോയ്ക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തതാണ്, എന്നാലും ബ്രിഞ്ചോളിന് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു സ്വല്പം ഗരം മസാല പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് കമ്പൈൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. വഴുതനങ്ങ കുക്ക് ചെയ്യാനായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബ്രിഞ്ചോൾ അത്യാവശ്യം നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. പാൻ കവർ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴുതനങ്ങയും കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും എരിവുമെല്ലാം പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് ആ ഒരു സ്റ്റീമിലിരുന്നല്ലേ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല, എന്നാലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ. ഇപ്പം നോക്കിക്കേ, ബ്രിഞ്ചോളും പൊട്ടറ്റോയും എല്ലാം പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. മല്ലിയില ചോപ്പ് ചെയ്തത് ഒരു പിടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില കൂടുന്തോറും ഈ ഡിഷിൻ്റെ ടേസ്റ്റും കൂടുവേ. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തെങ്കിലും പാൻ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ബട്ടർ ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി പാൻ കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടർ മെൽറ്റായിട്ടും വന്നിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ജെൻറ്റിലായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയും ബ്രിഞ്ചോളും എല്ലാം വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. വൈറ്റ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണേ. അത്യാവശ്യം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. എന്നാലേ ബട്ടറിൻ്റെയും മല്ലിയിലയുടെയും ഒക്കെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ലഞ്ച് സീസണിൽ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് ഈ ഡിഷ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.